ഹായ് ഗൈസ്, വെൽക്കം ടു എസെൻഷ്യൽ ടോക്സ്. അപ്പോൾ എന്നും ഇൻട്രോ പറയുന്ന ആളല്ല ഇന്ന് ഞാനാണ്. സോ ഇന്നത്തെ സറൗണ്ടിങ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ, ഞാൻ കിച്ചണിലാണ്. സോ ഇതൊരു കുക്കിംഗ് പ്ലസ് ഫുഡ് വീഡിയോ ആണ്. ആദ്യം തന്നെ എസെൻഷ്യൽ ടോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ട്, കുക്കിംഗ് വീഡിയോസ് ഉണ്ട്, ട്രാവൽ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആക്കാം. ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് പാസ്തയാണ്, ഒരു ഇറ്റാലിയൻ പാസ്ത. ഫുൾ ടു ഫുൾ ഇറ്റാലിയൻ അല്ലെങ്കിലും ഒരു തട്ടിക്കൂട്ട് പാസ്ത, ഇന്ത്യ ഒരു രീതിയിലൊരു പാസ്തയാണ്. ആദ്യം ഞാൻ അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് റെസിപ്പീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത്, എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റിലിടാം. അപ്പോൾ ഇന്ന് മൊത്തം ചോപ്പിംഗ് മുതൽ കുക്കിംഗ് പ്ലസ് വീഡിയോഗ്രാഫി എല്ലാം ഞാനാണ്. കുറച്ചൊക്കെ തെറ്റുകളുണ്ടാവും, എന്തായാലും അതൊക്കെ നിങ്ങൾ ക്ഷമിക്കാം. ഓക്കെ. ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം കുക്കിങ്ങിൻ്റെ. അത് പാസ്ത വെച്ചിട്ടാണ്, കാരണം പാസ്തയാണ് നമ്മുടെ മെയിൻ ഹീറോ. സോ പാസ്ത വെച്ച് നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഇത് ഞാനിപ്പോൾ 2 ടൈപ്പ് ഓഫ് പാസ്ത എടുത്തിട്ടുണ്ട്, 2 ഷേപ്പിലുള്ളത്. ചുമ്മാ ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് 2 ഷേപ്പുള്ള പാസ്ത എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഗ്യാസിൽ വയ്ക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഓയിൽ ഒഴിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് എന്തിനാന്ന് വെച്ചാൽ ഇത് സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് വേവിച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റിക്ക് ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നൂഡിൽസ് പോലെ തന്നെ, സാധാരണ നൂഡിൽസിന് നമ്മൾ ഓയിൽ ഒഴിക്കേണ്ട, അതുപോലെ തന്നെ പാസ്തയിലും ഓയിൽ ഒഴിച്ച് സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി ഇതൊന്ന് ബോയിലായി നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് ഒക്കെ മതി. കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്താൽ മതി. ഒരു നൈഫ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അത് വെന്തോ ഇല്ലയോ എന്ന്. അപ്പം നമ്മൾ ഓൾറെഡി ഇനി പാസ്ത ബോയിൽ ചെയ്യാൻ വെച്ചല്ലോ. ഇനി നമുക്ക് അതിൻ്റെ വെജിറ്റബിൾസിൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ബട്ടർ ഇടാം ഈ പാനിൽ. ബട്ടർ മതിയായില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഓയിലും കൂടി ചേർക്കാം, കുറച്ച് മതി. സോ രണ്ടും കൂടിയിട്ട് നമ്മൾ ബട്ടറിൻ്റെ കൂടെ എന്തിനാ ഓയിൽ ചേർത്തെന്ന് വെച്ചാൽ ബട്ടർ കരിയാതിരിക്കാൻ കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്, ഫോർ സേഫർ സൈഡ്. ഇനി നമുക്ക് വെജിറ്റബിൾസ് എടുക്കാം. ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഫ്ലാഗ് ഷേപ്പിലാക്കിയെന്നേ ഉള്ളൂ ചുമ്മാ റെസ്റ്റിന്. അപ്പോൾ ഇതിലാദ്യം നമുക്ക് ഇടേണ്ടത് ഗാർലിക്കാണ്. ആ ഗാർലിക്കിൻ്റെ സ്മെല്ലൊക്കെ നല്ല രീതിയിലൂടെ സ്പ്രെഡ് ആവും. നമുക്ക് ഇതിടാം. വെജിറ്റബിൾസ് രണ്ടും ഒരുമിച്ച് തന്നെ ഇടാം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺ യൂസ് ചെയ്യാം, ബ്രൊക്കോളി യൂസ് ചെയ്യാം, വേണമെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യാം, മഷ്റൂം, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏത് വെജിറ്റബിൾസാണ് നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ യൂസ് ചെയ്യാം. കോണും കൂടി ഇട്ടാൽ നല്ല ക്രിസ്പി ആയിട്ട് പാസ്തയുടെ ഇടയിൽ കടിക്കാനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കോൺ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസാണ് ഫ്രിഡ്ജിലുള്ളത് അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ചില്ലി പൗഡർ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ച് സ്പൈസ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പാസ്ത. ഇനി നമുക്ക് കുറച്ച് സോൾട്ടും കൂടി ഇടാം. പിന്നെ കുറച്ച് പെപ്പറും കൂടി ഇടാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ കാര്യം മറക്കരുത്. നമുക്ക് ഇത് ആയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ആയിട്ടുണ്ടാവണം, അത് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ എടുക്കാം. ഇത് കട്ട് ചെയ്തിട്ട് 2 പീസ് വേഗം ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അറിയുന്ന. ഓക്കെ. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തായിട്ടുണ്ട്. നമുക്ക് ഇതിലത്തെ എക്സസ് വാട്ടർ സ്ട്രെയിൻ ചെയ്ത് കളയാം.
അപ്പോൾ നമുക്ക് ഇനി ഞാൻ വെജിറ്റബിൾസ് ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പാസ്ത വാട്ടർ സ്റ്റെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വൈറ്റ് സോസ് ആണ്. അത് നിങ്ങൾക്ക് ഏത് സൂപ്പർ മാർക്കറ്റിലും കിട്ടും, റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. അതല്ല നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കണമെങ്കിൽ അത് മൈദ വെച്ചിട്ടുണ്ടാക്കാം. അതല്ല കൂടുതൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വീറ്റ് ഫ്ലോർ യൂസ് ചെയ്യാം, ആട്ട യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വേണ്ടി എടുത്തേക്കുന്നത് വീറ്റ് ഫ്ലോറും ബട്ടർ, മിൽക്ക്, ലോ ഫാറ്റ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്നെണ്ണം വെച്ചിട്ട് നമുക്ക് വൈറ്റ് സോസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ വെജിറ്റബിൾസ് ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ അടച്ചു വെച്ചത് ഓൾറെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് അടച്ചു വെച്ചുള്ളൂ, അപ്പോഴേക്കായി. നല്ല പെപ്പറിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പെപ്പർ, ഗാർലിക്, ബട്ടർ, ആ കോമ്പിനേഷൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിത് സൈഡിലാക്കി സെയിം പാനിൽ തന്നെ നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ നിലനിൽക്കും. ഓക്കെ, അപ്പോൾ ഇത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് വീറ്റ് ഫ്ലവർ. ഇത്രയൊന്നും വേണ്ടി വരില്ല, നമുക്ക് നോക്കാം. കാരണം എനിക്ക് ഈ അളവ് വെച്ചിട്ട് പറയാനറിയില്ല. സോ നമുക്ക് നോക്കാം, ഞാൻ ഇടുമ്പോൾ പറഞ്ഞുതരാം എത്ര ഇട്ടിട്ടുണ്ടെന്ന്. ബട്ടർ, പിന്നെ ലോ ഫാറ്റ് മിൽക്കും. ഓക്കെ, അപ്പോൾ ഇത് അതേ പാനാണ്. ഞാനത് വെജിറ്റബിൾസ് മാറ്റി. ഇനി നമുക്ക് ബട്ടർ ഇടാം. ബട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം പാൻ, ഇല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഫുഡിന്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗം മെൽട്ടായി കിട്ടിക്കണം. കാരണം ആ പാൻ ഓൾറെഡി ചൂടായിരിക്കുകയാണ്, അതുകൊണ്ട് വേഗം മെൽട്ടായി കിട്ടും. ഇനി നമുക്ക് കുറച്ചായിട്ട് ഈ വീറ്റ് ഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളി മെൽറ്റ് ആവട്ടെ. ഇനി നമുക്ക് വീറ്റ് ഫ്ലവർ ഇടാം. ആദ്യം കുറച്ചിട്ടാൽ മതി. ഇപ്പോൾ ഒരു ഫുൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. കൂടുതൽ പേരും വിസ്ക്കാണ് യൂസ് ചെയ്യുക. വിസ്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് കിട്ടും. പിന്നെ വിസ്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സെയിം സ്പാറ്റുല തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അത് ഒട്ടൊന്നുമില്ല. സോ അത് നമുക്ക് വേണ്ടോ ഇങ്ങനെ വിസ്ക്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടി വീറ്റ് ഫ്ലവർ ഇടുക. ആ കൺസിസ്റ്റൻസി ആവുന്ന വരെ നമ്മൾ ആ വീറ്റ് ഫ്ലവർ ഇടണം. ടോട്ടൽ ഞാൻ 2 ഫുൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് പാൽ ഒഴിക്കാം. പാലും അതുപോലെ തന്നെ കുറച്ചായിട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ ലംസ് ഒക്കെ ഫോം ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഉടച്ച് മിക്സ് ചെയ്ത് ഇതുണ്ടോ കട്ടിയാവുന്നത്, തിക്കായി വരുന്നതുണ്ടോ? അത് വേഗം തിക്കാവും. മൈദ ആണെങ്കിൽ പെട്ടെന്ന് തിക്കാവും. ഇതിപ്പോൾ വീറ്റ് ആയതുകൊണ്ടായിരിക്കും. ഉണ്ടോ ഒരു സോസ് പരുവത്ത് കുറച്ചുകൂടി പാൽ ഒഴിക്കും. പിന്നെയും അതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ ചെയ്യാം. ലംസൊക്കെ ഒന്ന് ഉടച്ച് നമുക്കത് വിസ്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഫുൾ വെള്ളം പോലെ ആയല്ലോ എന്ന്. പക്ഷെ ഇത് വേഗം തിക്കാവും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി പാൽ ഒഴിച്ചത്. പാല്, ബട്ടർ, ഗാർലിക്, ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പാസ്തയുടെ മെയിൻ ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ് ഇവർ 3 പേരാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു സോസ് രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് പെപ്പർ, ക്രഷ് ചെയ്ത പെപ്പർ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പൗഡർ പെപ്പറാണ്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഇറ്റാലിയൻ എല്ലാം ഫുഡ്സിൽ യൂസ് ചെയ്യുന്നതാണ് ഒരേഗാനോ. ഇത് നിങ്ങൾക്ക് എല്ലാം സൂപ്പർ മാർക്കറ്റിലും ഗ്രോസറി ഷോപ്സിലൊക്കെ കിട്ടും. കുറച്ച് ചേർത്തൊക്കെ എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും. സോൾട്ട് ഇപ്പോൾ ഇടണ്ട, കാരണം ഞാൻ വെജിറ്റബിൾസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇൻ ടോട്ടൽ സോൾട്ട് കുറവാണെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇട്ടാൽ മതി.
ഇത് നിങ്ങളുടെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ തിക്കാവണമെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ മിൽക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇങ്ങനെ കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ആയി കിട്ടും. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ്, നമ്മുടെ സോർട്ട് ചെയ്ത വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ചിക്കനൊക്കെ ആണെങ്കിൽ ഇനിയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് ചിക്കൻ ബെസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ മഷ്റൂം ട്രൈ ചെയ്യാം. ഇനി നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ആ പാസ്ത ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം ബോയിൽ ചെയ്ത് വെച്ച് പാസ്ത കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യാം. വൈറ്റ് സോസും വെജിറ്റബിൾസും ഒക്കെ കൂടി നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡിയായി. കാരണം നമ്മൾ ഓൾറെഡി പാസ്ത ബോയിൽ ചെയ്തതാണ്, വെജിറ്റബിൾ സോട്ട് ചെയ്തതാണ്, അപ്പോൾ എല്ലാം കുക്കായിട്ടുണ്ട്. ജസ്റ്റ് മിക്സിങ് ആയിരുന്നു ഇത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചീസ് ആഡ് ചെയ്യാം. മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്തിട്ട് ചീസ് പാസ്ത ആക്കാം. ഞാൻ ചീസൊന്നും ഇടുന്നില്ല, കാരണം ചീസ് വേണ്ട. ഇത് ഓൾറെഡി റിച്ച് ആണ്. ഇപ്പോൾ കുറേ ബട്ടറും മിൽക്കൊക്കെ ആയതുകൊണ്ട് നല്ല റിച്ച് ആണ്. ഇപ്പോൾ ചീസ് ഇല്ലാതെ തന്നെ ടേസ്റ്റ് ഉണ്ട്. ചീസ് ഇട്ടിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല, നന്നായിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് സോൾട്ട് ഉണ്ട്, എരിവുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് രാത്രിത്തെ ഡിന്നറായിട്ട് എന്നും ചപ്പാത്തിയും ചോറ് കഴിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് വെട്ടിപ്പിടിക്കാം. ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് എനിക്കിപ്പോൾ എടുത്തത് 35 to 45 minutes ആണ് ഇത് ഉണ്ടാക്കാൻ. ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും 45 minutes എടുത്തത്. അതിനെക്കാട്ടും കുറവ് ടൈമിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ആദ്യം എത്ര വേണമെങ്കിൽ വെജിറ്റബിൾസ് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇപ്പോൾ വെജിറ്റബിൾസ് ഡയറക്റ്റ്ലി കൊടുക്കാൻ കുട്ടികൾ കഴിക്കില്ല ചിലപ്പോൾ ഡയറക്റ്റ്ലി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, അവർ കഴിക്കുകയും ചെയ്യും. ഒരു വെറൈറ്റി ഡിഷ് ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാം. ഈവനിങ് സ്നാക്കായിട്ടും ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ കുറച്ച് ഫുഡ് വീഡിയോസാണ് ഇനി ഞങ്ങൾ എസെൻഷ്യൽ ടോക്സിൻ്റെ ചാനലിൽ ഇടാൻ പോകുന്നത്. ഇതിൻ്റെ വക കുറച്ച് പരീക്ഷണങ്ങളും എല്ലാവർക്കും അറിയുന്ന ഡിഷസ് തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ചുമ്മാ ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നു അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ട്രിക്സ് ഉണ്ടെങ്കിൽ, ഫുഡ് ട്രിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വന്നിട്ട് എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ സപ്പോർട്ട് ചെയ്യണേ. ബൈ.